വാർത്തകളിലേക്ക്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരായ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഷഹബാസിന്റെ പിതാവാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇരയ്ക്കും അവകാശങ്ങൾ ഉണ്ടെന്നാണ് ഷഹബാസിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. ചെറിയ കുറ്റകൃത്യങ്ങളിൽ പോലും പ്രതികളായവരെ ഡീബാർ ചെയ്യാറുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് ഹൈക്കോടതിയിൽ വാദിച്ചു. സജീവ് സി വാര്യർ വിവരങ്ങളുമായി. സജീവ്, സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലുമൊക്കെ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇത്. ആ കുട്ടികളെ, പ്രതികളായ കുട്ടികളെ പരീക്ഷ എഴുതിക്കുന്നത്, അതിനൊക്കെ പല കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യും, പക്ഷേ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയാൽ അത് എഴുതിക്കണോ? ഇതൊരു വലിയ ചൂടേറിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തുന്നത്. എന്തൊക്കെയാണ് ഷഹബാസിന്റെ പിതാവ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ? ശ്രീജ, ഷഹബാസിന്റെ പിതാവ് അബ്ദുൾ റഷീദ് കഴിഞ്ഞ ദിവസമാണ് ഹർജി നൽകിയത്. ഈ ഹർജിയിൽ പറയുന്നത് പ്രധാനമായും ഒരു ഇര, അതായത് തൻ്റെ മകൻ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി, ഇതിന് കാരണക്കാരായ കുട്ടികളെ പരീക്ഷ എഴുതിക്കുക, പോലീസ് സംരക്ഷണയിൽ പരീക്ഷ എഴുതിക്കുക, ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിക്കുക തുടങ്ങിയ ഭരണകൂടത്തിൻ്റെ നടപടികൾ സത്യത്തിൽ മറ്റു കുട്ടികളിലും എല്ലാം തന്നെ ഒരു മോശം സന്ദേശം, ഒരു തെറ്റായ സന്ദേശം ഉണ്ടാക്കും. കാരണം ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ട് പോലും അവർക്ക് അവരുടേതായ വിദ്യാഭ്യാസ രംഗത്ത് നടക്കാൻ പാടില്ലാത്ത, കുട്ടികൾക്കിടയിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നിട്ടും അവർക്ക് വളരെ സുഗമമായി ഈ കാര്യങ്ങളെല്ലാം പരീക്ഷ എഴുതുന്ന അടക്കമുള്ള കാര്യങ്ങൾ സാധിക്കും. അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊരു സന്ദേശം, തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകും. ഇപ്പോൾ 4 പരീക്ഷകളാണ് പൂർത്തിയായിരിക്കുന്നത്, SSLC പരീക്ഷകൾ. ഇനിയും 4 പരീക്ഷകൾ ബാക്കിയുണ്ട്. അതിനിടെ തന്നെ ഓരോ ദിവസവും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. KSU, MSF, AVP തുടങ്ങിയ സംഘടനകളാണ് പ്രതിഷേധവുമായി ജുവനൈൽ ഹോമിലെ ഈ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിന് മുമ്പിലായി നടത്തിയത്. ആ പ്രതിഷേധങ്ങളിലൊക്കെ സംഘർഷങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധങ്ങളുടെ ഒരു തീവ്രത കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. ഏതായാലും ജുവനൈൽ കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ മറ്റ് സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വിധിച്ച കേസുകൾ പോലും, സംഭവങ്ങളിൽ പോലും, ഉത്തരവുകളിൽ പോലും നടപടിയെടുക്കാത്ത സർക്കാരാണ് ഇക്കാര്യത്തിൽ വലിയ ഒരു താല്പര്യം കാണിക്കുന്നത്. കൊടിതോരണങ്ങൾ വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോടതിയെല്ലാം ഇടപെട്ടിരുന്നു. അതിലൊന്നും രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ അവർ വലിയ തോതിൽ ഇതിനെ, അതായത് ഉത്തരവുകൾ ലംഘിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഭരണകൂടമാണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്. ഇത് തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകും എന്നാണ് പറയുന്നത്. ഈ അബ്ദുൾ റഷീദും ഇത് തന്നെയാണ് കോടതിക്ക് മുമ്പിൽ ഉന്നയിക്കുന്നത്. ഏതായാലും കോടതി എങ്ങനെയാണ് ഇക്കാര്യം പരിഗണിക്കുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.